പിണറായി വിജയന്റെ കാലത്ത് മറ്റൊരു തീവെട്ടിക്കൊള്ള കൂടി ഇതാ പുറത്തേക്ക് വരികയാണ്. അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി 10 വർഷം കേരളം ഭരിച്ചപ്പോൾ നടത്തിയ ഒരു വൻ തീവെട്ടിക്കൊള്ള ഇതാ ഇപ്പോൾ ഓരോന്നായി പുറത്തേക്ക് വരികയാണ്. അതായത് സെക്രട്ടേറിയറ്റ് തന്നെ ആക്രി വിലയ്ക്ക് തൂക്കി വിൽക്കാതിരുന്നത് ഭാഗ്യം. സംഭവം ഇതാണ്: സെക്രട്ടേറിയറ്റിലെ പഴയ ഫർണിച്ചറുകൾ, കമ്പ്യൂട്ടറുകൾ, മറ്റ് ഇലക്ട്രോണിക്സ് സാധനങ്ങളെല്ലാം ആക്രി വിലയ്ക്ക് തൂക്കുക പോലും ചെയ്യാതെ എണ്ണാതെ കൊട്ടക്കണക്കിന് സ്വന്തക്കാർക്ക് നൽകി. എന്നിട്ട് തീ വിലയ്ക്ക് പുതിയ സാധനങ്ങൾ വാങ്ങിച്ചു. പഴയത് ഉപയോഗിക്കാമായിരുന്നിട്ടും സ്വന്തക്കാർക്ക് വാരി നൽകിയത് ഒരു അഴിമതി. എന്നിട്ട് പുതിയ തീ വിലയ്ക്ക് സ്വന്തക്കാരുടെ സ്ഥാപനങ്ങൾക്ക് കൊട്ടേഷൻ നൽകിയും അല്ലാതെയും വാങ്ങിയത് മറ്റൊരു അഴിമതി. അതാണ് മുമ്പ് പറഞ്ഞത്, സെക്രട്ടേറിയറ്റ് എങ്കിലും ആക്രി വിലയ്ക്ക് കൊടുക്കാതെ ബാക്കിയുള്ളത് മലയാളികളുടെ ഭാഗ്യം. ഇത്തരത്തിൽ നൽകിയതിൽ പേപ്പറുകൾ, രേഖകൾ, ഫയലുകൾ തുടങ്ങിയ മൂല്യമേറിയ വസ്തുക്കളുമുണ്ട്. അതായത് കത്തിച്ച് പുകയും തീയും ഒന്നും വരാതെ ഫയലുകൾ വരെ ആക്രിക്കാർക്ക് നൽകിയെന്ന് ചുരുക്കം. ഇപ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് പരാതി നൽകിയിരിക്കുകയാണ് പൊതുപ്രവർത്തകൻ നവാസ് പൈച്ചിറ. കഴിഞ്ഞ 10 വർഷം സെക്രട്ടേറിയറ്റിൽ നിന്നും വ്യാപാരം നടത്തിയ ഇ വേസ്റ്റ് ഉൾപ്പെടെയുള്ള സ്ക്രാപ്പുകൾ വിൽപ്പന നടത്തിയതിൽ ക്രമക്കേടുകളും നിയമലംഘനങ്ങളും അഴിമതിയും നടന്നിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് സമഗ്രമായ ഓഡിറ്റും വിജിലൻസ് അന്വേഷണവും നടത്തണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പൊതുപ്രവർത്തകൻ പൈച്ചിറ നവാസ് പരാതി നൽകിയിരിക്കുകയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കഴിഞ്ഞ 10 വർഷക്കാലം സെക്രട്ടേറിയറ്റിൽ നിന്നും അനക്സുകളിൽ നിന്നും ഉപയോഗശൂന്യമായ വസ്തുക്കൾ എന്ന രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ തടി ഫർണിച്ചറുകൾ, ഇരുമ്പ് അലമാരകൾ, കമ്പ്യൂട്ടറുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, പേപ്പർ വേസ്റ്റുകൾ മുതലായവ തുച്ഛമായ വിലയ്ക്കാണ് ചില സ്വകാര്യ വ്യക്തികൾക്കും കമ്പനികൾക്കും സർക്കാർ വ്യാപാരം നടത്തിയത്. ഇത് പരസ്യമായി നടന്ന ഒരു കടും വെട്ടിപ്പുമാണെന്നും ടെൻഡർ നടപടികൾ കൃത്യമായി പാലിക്കാതെയും വിൽക്കുന്ന സാധനങ്ങളുടെ തൂക്കമോ സാമ്പത്തിക മൂല്യമോ പുറമേ ലഭിക്കുന്ന വിലയോ കണക്കാക്കാതെയുമാണ് ഇത്തരം ഇടപാടുകൾ അതീവ രഹസ്യമായി നടന്നിരിക്കുന്നതെന്നും ഇത് സംബന്ധിച്ച് സമഗ്രമായ ഓഡിറ്റും വിജിലൻസ് അന്വേഷണവും നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പൊതുപ്രവർത്തകൻ പൈച്ചിറ നവാസ് പരാതി നൽകിയിരിക്കുകയാണ്. ഈ കാലയളവിൽ ഇത്തരം സാധനങ്ങൾ തുച്ഛമായ വിലയ്ക്ക് വിൽപ്പന നടത്തിയിരുന്നത് 1-2 കമ്പനികൾക്കും വ്യക്തികൾക്കും മാത്രമാണ്. ഇത്തരത്തിൽ നിസ്സാര വിലയ്ക്ക് സ്ക്രാപ്പ് എന്ന പേരിൽ വിൽപ്പന നടത്തിയ വസ്തുക്കളിൽ ചെറിയ മെയിൻ്റനൻസ് ചെയ്താൽ ശരിയാക്കിയെടുക്കാൻ പറ്റുന്ന നിരവധി വസ്തുക്കളും ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിലെ ചില ഉദ്യോഗസ്ഥരുടെ പൂർണ്ണമായ ഒത്താശയോടെയും ബിനാമി ഇടപാടുകളിലൂടെയും ഇത്തരത്തിൽ നടത്തപ്പെടുന്ന അനധികൃത വ്യാപാരത്തിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് ചിലർ സമ്പാദിച്ചതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഇതിനിടെ അധികാരത്തിൽ ഇരുന്ന സമയത്തും ഇലക്ഷൻ കഴിഞ്ഞും അനേകം ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ കത്തിച്ചതും വിവാദമായിരുന്നു. അഴിമതിയുടെ പല ഫയലും കത്തിച്ച് ചാരമാക്കിയെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ മന്ത്രിമാർ മുതൽ ഉദ്യോഗസ്ഥർ വരെ ഈ അഴിമതിയുടെ അറ്റത്തുണ്ട്. സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥർ കുടുങ്ങും എന്ന് കാണുന്ന 1000 കണക്കിന് ഫയലുകളും കാണാതെ പോയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവസാനം സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്നത് പുറത്തു വന്നത് മെയ് 6-നാണ്. അതായത് ഫലം വന്ന ശേഷം. ഉന്നത വിദ്യാഭ്യാസം, മൃഗസംരക്ഷണം, പൊതുമരാമത്ത്, കൃഷി, പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ വകുപ്പുകളുടെ മന്ത്രിമാരുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സെക്രട്ടേറിയറ്റ് വളപ്പിന് പുറത്തെ അനക്സ് 2-ൽ നിന്നാണ് കൂട്ടത്തോടെ ഫയലുകൾ വാഹനങ്ങളിൽ കടത്തിയെന്നും ഗുരുതരമായ ഒരു ആരോപണമുണ്ടായത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം പ്രവർത്തിക്കുന്ന സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൽ നിന്നുള്ള ഫയലുകൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പേഴ്സണൽ സ്റ്റാഫ് കൊണ്ടുപോയിരുന്നു. ഈ ഓഫീസ് വഴി ഫയൽ നീക്കിയാൽ ഡിജിറ്റൽ ഒപ്പിൽ മുൻ തീയതി രേഖപ്പെടുത്താൻ കഴിയാത്തതിനാലാണ് കടലാസ് ഫയലുകൾ സൃഷ്ടിച്ചത്. ഇത് സംബന്ധിച്ച രേഖകളും എടുത്ത് മാറ്റിയവയുടെയും നശിപ്പിച്ചവയുടെയും കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് സൂചന. പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷം ഫയൽ നശിപ്പിക്കൽ സംബന്ധിച്ച് അന്വേഷണത്തിന് സാധ്യത ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ.